അപ്പോൾ പൈലറ്റ് അതിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡെസേർട്ടിന് പകരം ഒരു ജംഗിളാക്കി സ്വാപ്പ് ചെയ്യാനായിട്ട് പറയാം. ഇതിനെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സൂപ്പർ ഇമേജ് അല്ലേ? ഇമേജ് ജനറേഷൻ, ഇമേജ് എഡിറ്റിംഗ്, ഇമേജ് മോഡിഫിക്കേഷനെയൊക്കെ ഒരു നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുവന്നിരിക്കുന്ന ഗൂഗിളിൻ്റെ ജെമിനി 2.0 ഫ്ലാഷ് മോഡലിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജെമിനി 2.0 ഫ്ലാഷ് ഒരു മൾട്ടി മോഡലാണ്. അതായത് അതിന് ടെക്സ്റ്റ്, ഇമേജ്, അതുപോലെ തന്നെ മറ്റ് ഡേറ്റ ടൈപ്സ് ആയിട്ടുള്ള ഓഡിയോ, വീഡിയോ, കോഡൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് നമ്മളതിന് ഇമേജ് ജനറേഷൻ കേപ്പബിലിറ്റീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ aistudio.google.com എന്നുള്ള ഈ URL-ലേക്ക് വരിക. നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് AI സ്റ്റുഡിയോ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്ത് തന്നെ നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പുതിയ മോഡൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇമേജ് ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോഡൽ എന്ന് കാണാം. ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ മോഡൽ ചൂസ് ചെയ്യുക. ജെമിനി 2.0 ഫ്ലാഷ് ഇമേജ് ജനറേഷൻ എക്സ്പെരിമെൻ്റൽ മോഡലാണിത്. എന്നാലും അത് വളരെ നല്ല റിസൾട്ട്സാണ് തരുന്നത്. ഫുള്ളി പോളിഷ്ഡ് ആയിട്ടുള്ളൊരു വേർഷൻ അല്ല. എന്നാലും നമുക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രീതിയിലുള്ള ഇമേജസും അതുപോലെ എഡിറ്റിങ്ങും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മോഡൽ നമ്മൾ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഫോർമാറ്റ് ഇമേജസ് ആൻഡ് ടെക്സ്റ്റ് എന്നുള്ളതാണ്. ഇത്രയാണ് നമുക്കിതിൽ കിട്ടുന്ന ടോക്കൺ കൗണ്ട് കണ്ടൻറ്റ് ജനറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഫസ്റ്റ് യൂസ് കേസ് നമുക്ക് നോക്കാം. സ്റ്റോറി ടെല്ലിംഗ് വിത്ത് വിഷ്വൽ എന്നുള്ള യൂസ് കേസ് നോക്കാം. നമ്മൾ AI യൂസ് ചെയ്തിട്ട് വീഡിയോസ് ജനറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇമേജസ് ജനറേറ്റ് ചെയ്യുമ്പം ഒരു സ്റ്റോറിക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആ ക്യാരക്ടർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് വളരെ ഡിഫിക്കൽട്ടാണ്. ഓരോ സീനിലും നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ഓരോ ഡീറ്റെയിൽസും വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാലാണ് നമുക്ക് ക്യാരക്ടർ കൺസിസ്റ്റൻസി റീറ്റെയിൻ ചെയ്യാനായിട്ട് പലപ്പോഴും പറ്റാറുള്ളൂ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയും ക്യാരക്ടർ കൺസിസ്റ്റൻസി കിട്ടും. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇത് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോംപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ നമുക്കിപ്പം തന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ പഠിക്കണ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അതുപോലെ പ്രൊജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സ്റ്റുഡൻസിനും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഗുഡ് ടൂളാണ് ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിൻ്റെ AI സ്റ്റുഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഗൂഗിളിൻ്റെ AI സ്റ്റുഡിയോ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI